അൺവാണ്ടഡ് മെയിലുകൾ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ജിമെയിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ സെർച്ച് ബട്ടണിൽ പോയിട്ട് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഫിൽറ്ററിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലൈ ഫോർ ലേബിൾ എന്നുള്ളത് അവിടെ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ലേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ എന്താണോ നമ്മൾ കൂടുതൽ ജിമെയിൽ നമുക്ക് മെയിലുകൾ ഏതാണോ വരാറുള്ളത് അതിൻ്റെ പേരാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ്റെ മെയിലായിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യാം. സൈറ്റിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മെയിലുകൾ വരുന്നുണ്ടാവും. ഇവിടെ സെലക്ട് കൊടുത്തിട്ട് ഒട്ടാകെ ഒറ്റയടിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ മെയിലായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.